ഗായികയും അഭിനേത്രിയും അവതാരകയുമൊക്കെയായ മലയാളികളുടെ പ്രിയപ്പെട്ട വർഷങ്ങളുടെ സാന്നിധ്യം അറിയിച്ച താരം അഞ്ജു ജോസഫ് കഴിഞ്ഞ ദിവസം വിവാഹിതരായിരുന്നു. ആദ്യ വിവാഹം വേർപെടുത്തി വർഷങ്ങൾക്ക് ശേഷം തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനെ വിവാഹം കഴിക്കാൻ അഞ്ജു തീരുമാനിക്കുകയായിരുന്നു. അഞ്ജുവിൻ്റെ വാർത്ത പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിറയാറുണ്ടായിരുന്നു. പ്രേക്ഷകർ ഏറ്റെടുത്ത ഒരു വാർത്തയായി തന്നെ മാറിയിട്ടുമുണ്ട്. ആദ്യ ബന്ധത്തിൽ നേരിടേണ്ടി വന്ന കഠിന യാതനകൾ തന്നെയാണ് അഞ്ജു നേരിടേണ്ടി വന്ന ഏറ്റവും വലിയൊരു പ്രശ്നം. അനൂപ് ജോൺ എന്ന വ്യക്തിയെയാണ് അഞ്ജു ആദ്യമായി വിവാഹം കഴിച്ചിരുന്നത്. 2014 ആദ്യ വിവാഹം. 2009 കണ്ടുമുട്ടി. 5 വർഷം പ്രണയിച്ചു. അതിനുശേഷം വിവാഹം കഴിച്ചു. പിന്നീട് വിവാഹം വേർപെടുത്തിയത് 2023 അറിയിച്ചത്. വിവാഹം വേർപെടുത്തിയെന്ന് വളരെ ധൈര്യമായിട്ടായിരുന്നു അഞ്ജു എല്ലാവരുടെയും അടുത്തുമെത്തി പറഞ്ഞത്. ഇത്രയും വർഷത്തെ ദാമ്പത്യത്തിന് ശേഷമായിരുന്നു അനൂപ് ജോണും അഞ്ജുവും വിവാഹബന്ധം വേർപെടുത്തിയത്. അതിനുശേഷം ഇപ്പോഴിതാ വർഷങ്ങൾക്ക് ശേഷം തൻ്റെ പ്രിയപ്പെട്ടവനുമായി ചേർന്ന് നിൽക്കുന്ന ചിത്രമാണ് അഞ്ജു പങ്കുവെച്ചത്. ആദിത്യ പരമേശ്വരൻ എന്നാണ് പേര്. ഇരുവരുടെയും വിവാഹം പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ്. മനോഹരമായ ശബ്ദവും പുഞ്ചിരിയുമാണ് അഞ്ജു ജോസഫ് എന്ന ഗായികയെ മലയാള സംഗീത പ്രേമികൾക്ക് പ്രിയങ്കരിയാക്കിയത്. വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും ആ നിഷ്കളങ്കമായ ചിരിക്ക് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഈ കാലയളവിനുള്ളിൽ ഒട്ടേറെ വേദനകളും കണ്ണീരും ഉണ്ടായിട്ടും അതിനെയെല്ലാം മറികടക്കാൻ അഞ്ജുവിനെ സഹായിച്ചത് ആദിത്യ എന്ന നിഷ്കളങ്കനായ ഈ മലയാളി പയ്യന്റെ കൂട്ടാണ്. അപ്രതീക്ഷിതമായി അഞ്ജുവിന്റെ ജീവിതത്തിലേക്ക് വന്ന ആദിത്യ പിന്നീട് അവളുടെ മനസ്സിന്റെ ഏറ്റവും വലിയ ആശ്വാസമായി മാറുകയായിരുന്നു. ആലപ്പുഴക്കാരനാണ് ആദിത്യ പരമേശ്വരൻ എന്ന ഹിന്ദു പയ്യൻ. അഞ്ജു കോട്ടയം കാഞ്ഞിരപ്പള്ളിക്കാരിയും. മതവും ജാതിയും നോക്കിയുള്ള പ്രണയത്തിനും ജീവിതത്തിനും ഒന്നും യാതൊരു അർത്ഥവുമില്ലെന്ന് തിരിച്ചറിഞ്ഞ കാലമായിരുന്നു അഞ്ജുവിന് കഴിഞ്ഞുപോയത്. അതുകൊണ്ടുതന്നെ മനസ്സിനിണങ്ങിയ അഞ്ജുവിനെ പോലെ തന്നെ നിഷ്കളങ്കമായ, അല്ലെങ്കിൽ അഞ്ജുവിനേക്കാൾ പാവത്താനായ ഒരു പയ്യനെ കണ്ടുമുട്ടിയപ്പോൾ അവൻ മനസ്സിലേക്ക് കയറിപ്പറ്റുവാൻ പിന്നെ അധിക കാലമൊന്നും വേണ്ടി വന്നില്ല. അച്ഛൻ്റെയും അമ്മയുടെയും ഏകമകനായ ആദിത്യൻ ബാംഗ്ലൂരിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. അവിടെ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ഉദ്യോഗസ്ഥനായ ഈ 32കാരൻ ട്രാൻസ്പോർട്ട് പ്ലാനിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ അഡ്വൈസർ രംഗത്താണ് ആദിത്യൻ പ്രവർത്തിക്കുന്നത്. കോഴിക്കോട് NITയിൽ നിന്ന് BTech പാസ്സായ ആദിത്യൻ കർണാടക NITയിൽ നിന്നാണ് സിവിൽ എഞ്ചിനീയറിംഗ് ട്രാൻസ്പോർട്ടിംഗ് MTech നേടിയത്. ബാംഗ്ലൂരിലെ ഡയറക്ടർ ഓഫ് അർബൻ ട്രാൻസ്പോർട്ടിലും RKDSലുമെല്ലാം പ്രവർത്തിച്ച ആദിത്യ ഇപ്പോൾ KPMG ഇന്ത്യ ആൻഡ് UKയിൽ 2022 മുതൽ കൺസൾട്ടന്റ് ആൻഡ് അഡ്വാൻസ്ഡ് അസിസ്റ്റന്റ് മാനേജറായി ജോലി ചെയ്യുകയാണ്. മാത്രമല്ല കോൺസ്റ്റന്റ് ക്ലീനപ്പ് മിഷൻ, കേരളത്തിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, മാരത്തോൺ തുടങ്ങിയ ഒട്ടനേകം സാമൂഹ്യ പ്രവർത്തനങ്ങളിലുള്ള വിഷയങ്ങളിലും പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇതിനെല്ലാം ഉപരി നല്ല ഗായകൻ കൂടിയാണ് ആദിത്യ. അതുകൊണ്ട് തന്നെയാണ് അഞ്ജുവിനെയും ആദിത്യനെയും തമ്മിൽ അടുപ്പിച്ചതും. ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ 4ലൂടെ എത്തിയ അഞ്ജുവിൻ്റെ ആദ്യ വിവാഹത്തിലേക്ക് നയിച്ച പ്രണയവും മുട്ടിട്ടത് ആ വേദിയിൽ വെച്ച് തന്നെയായിരുന്നു. 5 വർഷത്തോളം നീണ്ട പ്രണയത്തിലൊടുവിലാണ് വിവാഹം കഴിച്ചത്. സംഗീതവും പഠനവുമെല്ലാം ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോയ അഞ്ജു ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ MA നേടുകയും ചെയ്തു. ആദ്യ വിവാഹത്തിന് വീട്ടുകാരുടെ ചെറിയ എതിർപ്പ് ഉണ്ടായിരുന്നുവെങ്കിലും അതെല്ലാം മറികടന്ന് 2013 അഞ്ജുവും അനൂപും വിവാഹിതരാകുകയായിരുന്നു. അധികം വൈകാതെ തന്നെ വേർപിരിയുകയും ചെയ്തു. ഇതോടെ ആകെ തകർന്നു പോകുകയായിരുന്നു അഞ്ജു. പിന്നീട് ജീവിതത്തിലും കരിയറിലുമെല്ലാം തോറ്റുപോയി എന്ന ചിന്തയായി. 2 തവണ ഡിപ്രഷൻ അടക്കം പല പ്രശ്നങ്ങളും അനുഭവിക്കേണ്ടിയും ചെയ്തു. ആത്മഹത്യ ചെയ്യുന്നതിനെക്കുറിച്ച് പോലും ചിന്തിച്ചിരുന്ന നാളുകളായിരുന്നു അന്ന്. തെറാപ്പികളിലൂടെയും സുഹൃത്തുക്കളിലൂടെയും ആശ്വാസം നേരിടുന്നതിനിടെ ആദിത്യനെ കണ്ടുമുട്ടുന്നതും പുതിയൊരു ജീവിതത്തിന് തുടക്കം കുറിക്കുന്നതും പിന്നീട് വീട്ടുകാരുടെയും പ്രിയപ്പെട്ടവരുടെയും അനുഗ്രഹത്തോടെ പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്നതും അങ്ങനെയാണ്.